അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് വിശുദ്ധമായ റമദാനിലെ രണ്ടാമത്തെ പത്തിലെ 16ാമത് നോമ്പ് നമ്മൾ പിടിച്ചു. മഗ്രിബോടുകൂടെ 17ാമത് രാവ് ആവുകയും നാളെ 17ാമത്തെ നോമ്പ് വരികയുമാണ്. വിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ പത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ബദർ ആ പത്തിൽ നടന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ, ആ ഹിജ്റയുടെ രണ്ടാമത്തെ വർഷം റമദാൻ 17 ഒരു വെള്ളിയാഴ്ച ദിവസം AD 624 ജനുവരി മാസത്തിൽ നടന്ന വളരെ സംഭവബഹുലമായ ഒരു ധർമ്മസമരമാണ് ബദർ യുദ്ധം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും 40ാമത്തെ വയസ്സിൽ നബിക്ക് കിട്ടിയ പ്രവാചകത്വം, അതിനുശേഷം 13 വർഷക്കാലം നബി തങ്ങൾ മക്കയിൽ ജീവിക്കുകയുണ്ടായി. ആ 13 വർഷത്തിൽ 10 വർഷവും വളരെ രഹസ്യമായ പ്രബോധന ദൗത്യമായിരുന്നു അവിടുന്ന് ഏറ്റെടുത്തിരുന്നത്. പിന്നീട് അൻ അന്ദിർ അശീറത്തക്കൽ അഖ്റബീൻ, ഒരു പരസ്യ പ്രബോധനത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിളിയാളം വരികയും സ്വന്തം കുടുംബക്കാരിൽ നിന്ന് തന്നെ ആ പ്രബോധനം തുടങ്ങട്ടെ എന്ന ആജ്ഞ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യ പ്രബോധനം തുടങ്ങി. പരസ്യ പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ 10 വർഷക്കാലവും അവിടുന്ന് അനുഭവിച്ച പീഡനങ്ങൾ അതിക്രൂരമായിരുന്നു. ഒരുപാട് സ്വഹാബാക്കൾ കൊല്ലപ്പെടുകയും ഓരോ ദിവസവും കഴിയും തോറും പീഡനങ്ങൾ ഏറിയേറി വരികയും, എല്ലാം എന്തിൻ്റെ പേരിലായിരുന്നു? റബ്ബുനല്ലാ എന്ന പ്രഖ്യാപനം നടത്തിയതിൻ്റെ പേരിലായിരുന്നു. ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. അള്ളാഹുവാണ് ഏകദൈവം എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ പീഡനമുറകൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ഒരക്ഷരം പ്രതികരിക്കാതെ, പ്രതിരോധത്തിൻ്റെ മാർഗങ്ങൾ ഒന്നും തന്നെ അവലംബിക്കാതെ, കേട്ടും കണ്ടും സഹിച്ചും ക്ഷമിച്ചും 13 വർഷക്കാലം മക്കയിൽ തന്നെ തങ്ങുകയുണ്ടായി. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അംഗപരിമിതവും അതേപോലെ തന്നെ മക്കയിലുള്ള ഖുറൈശികളെന്ന ഒരു വലിയ സംഘത്തോട് ഏറ്റുമുട്ടാനുള്ള സാഹചര്യമില്ലായ്മയും എല്ലാം കൂടെ ഒരക്ഷരം എതിർത്ത് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവരെ പ്രതിരോധിക്കാനുള്ള നടപടികളൊന്നും മക്കയിൽ വെച്ച് എടുത്തതുമില്ല. സമ്പത്ത് അപഹരിക്കുകയും മാനഹാനി വരുത്തുകയും ഇങ്ങനെ തങ്ങളാലാവുന്ന ഉപദ്രവങ്ങൾ മുഴുവനും ചെയ്ത് അതെല്ലാം സഹിച്ച് 13 വർഷക്കാലം മക്കയിൽ ജീവിച്ചു. ഗത്യന്തരമില്ലാതെയാണ് യഥാർത്ഥത്തിൽ മദീനയിലേക്കുള്ള പലായനം നടക്കുന്നത്, ഹിജ്റ നടക്കുന്നത്. സ്വഹാബാക്കൾ കൂട്ടം കൂട്ടമായും ഒറ്റക്കായും രഹസ്യമായുമൊക്കെ ആണ് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ധീരനായ ആ സ്വഹാബി, മഹാനവറുകൾ മാത്രമാണ് അബൂജഹലിനെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് മദീനയിലേക്ക് പുറപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ രാത്രിയിൽ വളരെ രഹസ്യമായി കൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെ മദീന മുനവ്വറയിലേക്ക് പുറപ്പെട്ടത്. ഏതായാലും ആ ഒരു ചരിത്രം അവിടെ അവസാനിച്ചു. പിന്നീട് നബിതങ്ങളും സഹാബികളും മദീനയിലേക്ക് വന്നു.
മദീനയിലേക്ക് വന്നിട്ടും അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സലൂലിനെ പോലത്തെ മുനാഫിക്കുകളുടെ നേതാക്കളെ കൂട്ടുപിടിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബൂജഹലും സംഘവും ഖുറൈശി പടകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ അതിക്രമങ്ങൾ അഴിച്ചുവിടാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സലൂൽ അതിൽ നിന്ന് പിന്മാറിയതായി കാണാം. ഏതായാലും മക്കയിൽ തങ്ങളുടെ കുടുംബങ്ങളുണ്ട്, തങ്ങളിതുവരെ താമസിച്ച വീടുകളുണ്ട്, അതേപോലെ തന്നെ ഏക്കറക്കണക്കിന് വരുന്ന ഈന്തപ്പന തോട്ടങ്ങളുണ്ട്, മറ്റു വ്യവഹാര സ്ഥാപനങ്ങളുണ്ട്. അതെല്ലാം അള്ളാഹുവാണ് ഏകൻ എന്നൊരൊറ്റ വിശ്വാസം, ഖൽബിലെ ഹൃദയത്തിലെ വിശ്വാസം പുറത്തേക്ക് ചാടിയതിൻ്റെ പേരിൽ, അതിൻ്റെ പേരിലാണ് അതെല്ലാം മക്കയിൽ തന്നെ ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോരേണ്ടി വന്നത്. മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഈയൊരു അപഹരണവും സമ്പത്ത് മോഷണവുമൊക്കെ കണ്ട് പൊറുതിമുട്ടിയപ്പോൾ ഒരു പ്രതിരോധത്തിന് തയ്യാറായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് അബൂ സുഫിയാൻ, പഴയകാലം മുതലേ അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും കച്ചവടത്തിന് വേണ്ടി ആശ്രയിക്കാറ് ഷാമിനെയാണ്. ഷാമിലേക്കാണ് അറബികൾ കച്ചവടത്തിന് വേണ്ടി പോവാറ്. മക്കയിലെ അറബികളുടെ വരുമാനത്തിൻ്റെ വലിയ സ്രോതസ്സും ഷാമിലെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന കച്ചവടത്തിൻ്റെ ലാഭമാണ്. ഇവിടെ നമ്മുടെ ചരിത്രത്തിലുള്ള ബദർ എന്നത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു ഗ്രാമമാണ്. നേരത്തെ അവിടെ താമസിച്ചിരുന്ന ഒരാളുടെ നാമധേയത്തിലാണ് ബദർ പിന്നീട് ബദർ എന്ന നാമമായി അറിയപ്പെടുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ബദർ എന്നത് ആർക്കും സ്മരിക്കാൻ സ്മരണീയമായ ഒരു ദിനമായി മാറിയത് ആ ഒരു ഗ്രാമത്തിൻ്റെയോ ഗ്രാമത്തലവൻ്റെയോ പ്രാധാന്യമല്ല, പിന്നെയോ ഒരിക്കലും ജയം ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ യുദ്ധത്തിനു വേണ്ടി പോവാത്ത ഒരു സന്നാഹം, ആ ഒരു യോദ്ധാക്കൾ യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങി വന്ന ആയിരക്കണക്കിന് ഭടന്മാരെ തൻ്റെ ആത്മീയ ശക്തി കൊണ്ട്, മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് തുരത്തിയ സംഭവമായ ബദർ യുദ്ധത്തെ സ്മരിക്കുമ്പോഴാണ് മുസ്ലിമീങ്ങൾക്ക് ബദർ പ്രാധാന്യമായി തീരുന്നത്. ഏതായാലും ഈ ചെറിയൊരു ഗ്രാമം അബൂ സുഫിയാനും കൂട്ടരും പതിവ് പോലെ ഷാമിൽ പോയി ഇവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബികളുടെയും സമ്പത്ത് മക്കയിൽ നിന്ന് മോഷ്ടിച്ച് ഷാമിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് ആയിരക്കണക്കിന് ഒട്ടകത്തിൻ്റെ അകമ്പടിയോടെ ഏകദേശം 70 ആളുകളുമായി ഷാമിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ട അബൂ സുഫിയാൻ്റെ വരവിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം കിട്ടി. ആ സമയത്താണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. ഉദിന ലില്ലദീന യുഖാത്തലൂന എന്ന് പറയുന്ന മർദ്ദിതരായ ആളുകൾക്ക് അള്ളാഹുവാണ് തങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ മർദ്ദനം അനുഭവിക്കേണ്ട ആളുകൾക്ക് പ്രതിരോധിക്കാനുള്ള സമ്മതം വന്നിട്ടുണ്ട് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു. 70ഓളം വരുന്ന സൈന്യവും അതേപോലെ തന്നെ 1000ഓളം വരുന്ന ഒട്ടകവും വൻ ലാഭം കരഗതമാക്കിക്കൊണ്ട് ഷാമിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഷാമിൽ നിന്ന് മക്കയിലേക്ക് പോകാനുള്ളത് ബദർ വഴിയാണ്. അതുകൊണ്ട് നമ്മുടെ സമ്പത്താണ് ഇവിടെ അപഹരിക്കപ്പെട്ടിട്ടുള്ളത്, അവരെ നമുക്ക് തടയണം. ഇങ്ങനെ തടയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 313 ആളുകളും ബദറിലേക്ക് പുറപ്പെടുകയുണ്ടായി. 70 ആളുകളെ തടയാൻ 313 എന്നത് വലിയ സംഖ്യയാണ്, അതൊരു പ്രശ്നമല്ല. ആ സന്തോഷത്തിലാണ് ഇവർ പോകുന്നത്. 145 കിലോമീറ്ററുണ്ട് മദീനയിൽ നിന്ന് ബദറിലേക്ക്. 350-ലേറെ കിലോമീറ്ററുണ്ട് ബദറിൽ നിന്ന് മക്കയിലേക്ക്.
അങ്ങനെ അവർ ഈ 145 കിലോമീറ്റർ മദീനയിൽ നിന്ന് ബദറിലേക്ക് യാത്ര പുറപ്പെട്ടത് ഒട്ടകങ്ങളിലാണ്. 313 സഹാബികൾക്ക് യാത്ര ചെയ്യാൻ വളരെ പരിമിതമായ ഒട്ടകങ്ങൾ മാത്രമേ ഉള്ളൂ. മിക്ക ഒട്ടകങ്ങളുടെയും ഒട്ടകങ്ങൾക്കും 3 വീതം ആളുകളുണ്ടായിരുന്നു. അങ്ങനെ അവർ ബദറിലേക്ക് അബൂ സുഫിയാനെയും സംഘത്തെയും തുരത്താൻ വേണ്ടി, തടയാൻ വേണ്ടി, ഇവരുടെ മുതൽ അപഹരിച്ച് വൻ ലാഭം കൊയ്ത് പോകുന്ന സംഘത്തെ തടയാൻ വേണ്ടി ബദറിലേക്ക് പുറപ്പെടുകയുണ്ടായി. ഈ വിവരം എങ്ങനെയോ അബൂ സുഫിയാൻ അറിഞ്ഞു. അബൂ സുഫിയാൻ ഉടനെ തന്നെ ലംലം എന്ന് പറയുന്നയാളെ മക്കയിലെ അബൂജഹലടക്കമുള്ള ഖുറൈശി നേതാക്കളെ ഈ കാര്യം ധരിപ്പിക്കുന്നതിന് വേണ്ടി ലംലമിനെ പറഞ്ഞയച്ചു. ലംലം മക്കയിൽ ചെന്നുകൊണ്ട് അബൂജഹലിനോടും കൂട്ടരോടും പറഞ്ഞു, നമ്മുടെ കച്ചവട സംഘത്തെ, അഥവാ നിങ്ങളെ കൂടെ ലാഭത്തിൻ്റെ വിഹിതവുമായിട്ടാണ് അവർ ഷാമിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. അവരെ തടയാൻ വേണ്ടി മുഹമ്മദും കൂട്ടരും മദീനയുടെ ബോർഡറായ ബദറിൽ അവർ തമ്പടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ മക്കയിൽ നിന്ന് 345 കിലോമീറ്റർ താണ്ടി ബദറിലേക്ക് പുറപ്പെടണം. എല്ലാവരും ഒരു വേള പേടിച്ചുപോയി. അല്ലെങ്കിൽ തന്നെ ഷാമിലേക്കുള്ള യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയ്ക്ക് ശേഷം വളരെ സങ്കീർണമായിരുന്നു. കാരണം ഷാമിലേക്കുള്ള യാത്ര ഖുറൈശികൾക്കറിയാം, അത് ബദറിൽ മദീനയിൽ നബിയും മുസ്ലിമീങ്ങളും ഉള്ളപ്പോൾ ഷാമിലേക്കുള്ള യാത്ര അതിസങ്കീർണമാണെന്ന്, തടയാനും വേണമെങ്കിൽ ഒരു പ്രതിരോധം തീർക്കാനുമൊക്കെ പറ്റാവുന്ന രീതിയിലുള്ള സന്നാഹം അവർ തീർക്കുമെന്ന് അബൂ സുഫിയാനും അബൂജഹലിനും അബൂലഹബിനും മുത്തുബത്തിനും ഷൈബത്തിനും വലീദിനുമൊക്കെ മുഗീറക്കുമൊക്കെ വളരെ വലിയ പേടി ആ സമയത്ത് അനുഭവപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. ലംലം അബൂജഹലടക്കമുള്ള ഖുറൈശി നേതാക്കളോട് പറഞ്ഞു, നിങ്ങളുടേതടക്കം ലാഭവിഹിതവുമായി ബദറിൽ നിന്ന് പുറപ്പെട്ട അബൂ സുഫിയാനെയും സംഘത്തെയും ബദറിൽ വെച്ച് തടയാൻ മുഹമ്മദും കൂട്ടരും വന്നിരിക്കുന്നു എന്ന്. ഇത് കേട്ടപ്പോൾ പലരും പല അഭിപ്രായക്കാരായി മാറി. അങ്ങോട്ട് പോവണോ പോവണ്ടേ, ഞാനുണ്ട് ഞാനില്ല എന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയായി. ഞാനില്ല എന്ന് പറയുന്നത് അബൂലഹബാണ്. അബൂലഹബ് ഇത് പറയാൻ പ്രത്യേക കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരിയായ ആത്തിഖ എന്നവർ ഈ ബദർ നടക്കുന്നതിൻ്റെ ഏതാനും ദിവസം മുമ്പ് ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? മദീനയിൽ നിന്ന് ഒരാൾ വന്നുകൊണ്ട് പറയുന്നു, 3 ദിവസത്തിനകം നിങ്ങളുടെ അവസാനമാണെന്നും, അതേപോലെ തന്നെ മക്കയുടെ ഒരു പർവ്വത മുകളിൽ നിന്ന് ഒരു പാറക്കല്ല് താഴേക്ക് പതിക്കുന്നുണ്ട്. ആ പതിക്കുന്ന പാറക്കല്ല് മക്കയിലെ ഓരോ വീട്ടിലേക്ക് എത്തുകയും ആ വീടുകളെ മുഴുവനും ആ പാറക്കല്ല് ബാധിക്കുകയും ചെയ്യും. ഈ ഒരു സ്വപ്നം ആത്തിക്ക കണ്ടിരുന്നു. ഈ ആത്തിക്ക ഇത് തൻ്റെ ആളുകളോട് പറയുകയും എല്ലാവർക്കും ആ ഒരു ഭയം നിലനിൽക്കുന്നുമുണ്ട്. ആ സമയത്താണ് ബദറിലേക്ക് പുറപ്പെടാൻ വേണ്ടി ലംലം അബൂജഹലിനോടും കൂട്ടരോടും പറയുന്നത്. അങ്ങനെ ലംലമിൻ്റെ വാർത്തയെത്തിയപ്പോൾ അബൂജഹൽ ഒരുങ്ങി, ഏതാനും ആളുകൾ ഒരുങ്ങി. പക്ഷേ അബൂലഹബടക്കമുള്ള ചില ആളുകളൊക്കെ അതിൽ നിന്ന് ആത്തിഖയുടെ ഈ പ്രവചനം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് പിന്മാറി. അബൂലഹബിന് നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ പേടിയാണ്. അബൂലഹബിൻ്റെ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കൾ 2 മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പെൺമക്കളെ വിവാഹാലോചന നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് മദീനയിലേക്കുള്ള ഈ പലായനത്തിൻ്റെ പേരിൽ അബൂലഹബ് അതിൽ നിന്ന് പിന്മാറിയിരുന്നു. അത്രയും പേടിത്തൊണ്ടനായിരുന്നു അബൂലഹബ്. ഏതായാലും അബൂലഹബ് പുറപ്പെട്ടില്ല. അബൂജഹൽ പറഞ്ഞു, നമുക്ക് പുറപ്പെടാം. വൻ സന്നാഹത്തോടുകൂടെ ആയിരക്കണക്കിന് ആളുകൾ, 800ഓളം ഒട്ടകങ്ങൾ, അതേപോലെ തന്നെ 800ഓളം കുതിരകൾ, എണ്ണമറ്റ പടയങ്കികൾ, അതേപോലെ തന്നെ എണ്ണമറ്റ ഒട്ടകങ്ങൾ, നർത്തകിമാർ, മദ്യക്കുപ്പികൾ തുടങ്ങിയവൻ സന്നാഹങ്ങളോടുകൂടെ
അബൂജഹലും ആയിരക്കണക്കിന് വരുന്ന ആളുകളും ബദറിലേക്ക് പുറപ്പെട്ടു. എന്തിനു വേണ്ടി? അബൂ സുഫിയാനെയും കൂട്ടരെയും മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. ഇതായിരുന്നു അവരുടെ പ്ലാൻ. അവർ യാത്ര പുറപ്പെട്ട് കുറച്ചെത്തിയപ്പോൾ ബുദ്ധിമാനായ അബൂ സുഫിയാൻ ബദറിലൂടെയല്ലാതെ ചെങ്കടൽ തീരത്തിലൂടെ മക്കയിലേക്കുള്ള റൂട്ട് കണ്ടുപിടിച്ച് തൻ്റെ കച്ചവട സംഘത്തെ ആ വഴിക്ക് മക്കയിലേക്ക് തിരിച്ചു. യാത്രാമധ്യത്തിലെത്തിയ ബദറിലേക്ക് യാത്ര പുറപ്പെട്ട അബൂജഹലിനോട് വിവരം കൊടുത്തു. അബൂജഹലിനോടും സംഘത്തോടും, ഇനി നിങ്ങൾ ബദറിലേക്ക് പോകണ്ട, കാരണം ഞങ്ങൾ സുരക്ഷിതമായി ബദർ വിട്ട് ഒരു ചെങ്കടൽ തീരത്തിലൂടെ ഞങ്ങൾ സുരക്ഷിതമായി മക്ക റൂട്ടിലെത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും ബദറിൽ തന്നെ നിൽക്കുകയാണ്. അവരെ മുന്നിലൂടെയല്ലാതെ ഞങ്ങൾക്ക് പോരാൻ കഴിയും. ഈ വിവരം കിട്ടിയപ്പോൾ പലരും പറഞ്ഞു, ഉമയ്യത്തടക്കമുള്ള പലരും പറഞ്ഞു, ഇനി വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോവാമെന്ന്. പക്ഷേ അഹങ്കാരിയായ വില്ലാളി വീരനായ അബുൽ ഹക്കം എന്ന് നാമകരണം ചെയ്ത അബൂജഹൽ പറഞ്ഞു, ഞാനൊരിക്കലും തിരിച്ചില്ല. കാരണം നമ്മൾ അറബികളാണ്, ഖുറൈശികളാണ്. നമ്മളെങ്ങാനും ഇവിടെ നിന്ന് തിരിച്ചു പോയാൽ നമ്മുടെ അന്തസ്സിനും അഭിമാനത്തിനും അത് ക്ഷതമേൽപ്പിക്കും, അത് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും തിരിച്ച് ഞാൻ മക്കയിലേക്കില്ല. ഞാൻ മദീനയിൽ പോവും, ബദറിൽ പോവും, അവിടെ താമസിക്കും. താമസിച്ചുകൊണ്ട് ഈ കാണുന്ന ആയിരക്കണക്കിന് വരുന്ന ഒട്ടകങ്ങളെ അറുത്ത് ഈ കാണുന്ന മദ്യം കുടിച്ച് നർത്തകിമാരെ കൊണ്ട് നൃത്തം ചെയ്ത് ഉല്ലസിച്ചുകൊണ്ട് മുഹമ്മദിനെയും കൂട്ടരെയും തുരത്താൻ ഉള്ള പ്ലാനിൽ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത് എന്ന്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ സൈന്യത്തിലുള്ളത് 313 ആളുകളാണ്. അവർ യുദ്ധം കൊതിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് പുറപ്പെട്ടവരല്ല. അബൂ സുഫിയാനെയും കൂട്ടരെയും കാര്യം പറഞ്ഞ് ധരിപ്പിക്കാനും ഇവരുടെ അപഹരിക്കപ്പെട്ട സമ്പത്ത് കിട്ടാൻ വല്ല മാർഗങ്ങളുമുണ്ടോ എന്ന് അന്വേഷിക്കാനുമാണ്. ആ സംഘത്തിൽ 236ഓളം വരുന്ന മുഹാജിറുകൾ, അഥവാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോന്ന മുഹാജിറുകളായ പലായനം ചെയ്ത സ്വഹാബികളും ബാക്കി വരുന്ന 74ഓളം വരുന്ന അൻസാറുകളാണ്. നേരത്തെ തന്നെ മദീനയിലുള്ള സഹാബികളാണ് അൻസാറുകൾ. അവർ മാത്രമാണുള്ളത്. അവരൊരു യുദ്ധസന്നാഹമായി വന്നതല്ല. ഇസ്ലാം ഒരു യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തമന്നൗ ലിഖാ അൽ അദുവി. നബി തങ്ങൾ സഹാബികളോട് പറഞ്ഞു, ലാ തമന്നൗ ലിഖാ അൽ അദുവി, ശത്രുവിനെ കണ്ടുമുട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. കാരണം ഇന്നിഫൈദാ ലഖീതുമുഹു, നിർഭാഗ്യവശാൽ നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടിയാൽ തന്നെ ഫസ്ബിറു, നിങ്ങൾ പ്രതിരോധിക്കാൻ പോകരുത്, ക്ഷമിക്കണം. നിങ്ങൾക്ക് ആയുധബലവും അംഗബലവും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പ്രതിരോധിക്കരുത്, നിങ്ങൾ ക്ഷമിക്കണം. ഇതാണ് യുദ്ധത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ നയം. പ്രതിരോധങ്ങളാണ് എല്ലാ സമരങ്ങളും. ഒന്നും അങ്ങോട്ട് എന്ന് യുദ്ധം ചെയ്തിട്ടില്ല. ഇന്ന് ഫലസ്തീനിലെ പാവപ്പെട്ട ഗസയിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പീഡനം പോലത്തൊരു പീഡനം തന്നെയായിരുന്നു ബദറിൽ അന്ന് മുസ്ലിമീങ്ങൾ അനുഭവിക്കാൻ പോകുന്നതും. മാത്രമല്ല, വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്, ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിലേക്ക് ഒരു മതപരിവർത്തനം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നിർബന്ധിത മതപരിവർത്തനം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കാരണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യവാചകം, ആ ഒരു വാചകം പ്രതിജ്ഞയായി മാറുന്നത് എപ്പോഴാണ്? അത് പ്രതിജ്ഞയായി മാറുന്നത് തൻ്റെ ഖൽബിൽ വിശ്വസിക്കുമ്പോഴാണ്. നാവ് കൊണ്ട് പറയുക എന്നുള്ളത് നിർബന്ധമില്ല, അത് ഐച്ഛികമായ ഒരു വിധിയായിട്ടാണ് ഇസ്ലാം കാണുന്നത്. മനസ്സിൽ അംഗീകരിക്കണം. മനസ്സുകൊണ്ട് അംഗീകരിക്കാതെ 1000 തവണ ഒരാളെ ആൾക്കൂട്ടത്തിന് മുന്നിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പറയിപ്പിച്ചാലും ശരി, അയാൾ ഇസ്ലാമാവുകയില്ല, മുസ്ലിം ആവുകയില്ല. അയാളുടെ അയാളത് പറയണം, വാചികമായി വരണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ളത്. എന്താ കാരണം? ലാ ഇക്റാഹ ഫിദ്ദീൻ, മതം ഒരിക്കലും നിർബന്ധിത മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത് അംഗീകരിക്കുന്നുമില്ല. മുഖ്താറായിക്കൊണ്ട് ശ്രേഷ്ഠപ്രകാരം
കെലിമ ചൊല്ലി സത്യവാചകം ചൊല്ലി ഇസ്ലാമിലേക്ക് വരുന്നവരെ അംഗീകരിക്കേണ്ടതുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂട്ടരും ബദറിൽ തമ്പടിച്ചിരിക്കുന്നു. അബൂജഹൽ, അബൂ സുഫിയാൻ അടക്കമുള്ള ഖുറൈശികളുടെ പിന്മാറ്റ പ്രഖ്യാപനത്തെ അംഗീകരിക്കാതെ വീണ്ടും ബദറിലേക്ക് തന്നെ പുറപ്പെടുകയുണ്ടായി. പിന്നീടാണ് സംഭവ ബഹുലമായ ബദർ യുദ്ധം നടക്കുന്നത്. യഥാർത്ഥത്തിൽ 313 ആളുകളും അതേപോലെ തന്നെ പരിമിതമായ ഒട്ടകങ്ങളും ഒരു ഭാഗത്തും ആയിരക്കണക്കിന് വരുന്ന ശത്രുപടയും അതോടൊപ്പം തന്നെ വൻ സന്നാഹങ്ങളും മറുഭാഗത്തും ഉള്ളപ്പോൾ ഒരു യുദ്ധം പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ഹക്ക് ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കി തീർക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമളാൻ നമുക്ക് അനുകൂലമാക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.